ഫ്രണ്ട്സ്, യു ജി സി നെറ്റ് എക്കണോമിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഒന്നാമത്തെ വീഡിയോയിൽ കൺസംഷൻ ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വിത്ത് എക്സ്പ്ലനേഷൻ നൽകിയിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. ഇത് സെക്കൻഡ് പാർട്ടാണ്. എങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ട്രാൻസ്ഫർ പേയ്മെന്റ് ബൈ ദ ഗവൺമെന്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് in the net domestic product because question repeat ചെയ്യാം. Transfer payment by the government are not included in the net domestic product because അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ട്രാൻസ്ഫർ പേയ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യാറില്ല. കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ, ദീസ് ആർ ഗിഫ്റ്റ് ഫ്രം ദി ഗവൺമെന്റ് ടു ദ റെസിപ്പിയൻസ്. ഓപ്ഷൻ ബി, they are not counted as commodities. Option C, no corresponding production of goods and services has taken place to match such payments. Option D, there may be leakages in such payments. ഓപ്ഷൻ എ എന്താണ് പറയുന്നത്? ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഗിഫ്റ്റുകളാണ്. ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഗിഫ്റ്റുകളാണ് എന്നാണ്. ഓപ്ഷൻ ബി പറയുന്നത് ദേ ആർ നോട്ട് കൗണ്ടഡ് ആസ് കമോഡിറ്റീസ് എന്നാണ്. അതായത് ട്രാൻസ്ഫർ പേയ്മെന്റിനെ ഒരു കമോഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ്. ഓപ്ഷൻ സി പറയുന്നത് നോ കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹാസ് ടേക്കൺ പ്ലേസ് ടു മാച്ച് സച്ച് പേയ്മെന്റ്സ്. അതായത് ട്രാൻസ്ഫർ പേയ്മെന്റിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടക്കുന്നില്ല എന്നാണ്. ദെൻ ഓപ്ഷൻ ഡി പറയുന്നത് ദർ മേ ബി ലീക്കേജസ് ഇൻ സച്ച് പേയ്മെന്റ്സ്. ഇത്തരം പേയ്മെന്റുകളിൽ, അതായത് ട്രാൻസ്ഫർ പേയ്മെന്റുകളിൽ ലീക്കേജസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നറിയുന്നതിന് മുമ്പേ എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്നും എന്താണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നും മനസ്സിലാക്കാം. ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നോക്കാം. ട്രാൻസ്ഫർ പേയ്മെന്റ് ആർ പേയ്മെന്റ് മെയ്ഡ് ബൈ ദ ഗവൺമെന്റ് ടു പീപ്പിൾ വിത്തൗട്ട് ഗെറ്റിംഗ് എനി ഗുഡ്സ് ഓർ സർവീസ് ഇൻ റിട്ടേൺ. അതായത് ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പേയ്മെന്റ് ആണ്. ആ പേയ്മെന്റിന് പകരമായിട്ട് യാതൊരു വിധത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസും തിരികെ ലഭിക്കുന്നില്ല. അത്തരം പേയ്മെന്റുകളെയാണ് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പണം കൊടുക്കുന്നുണ്ട് പക്ഷെ പണം കിട്ടുന്നില്ല എന്ന് പറയാം. മണി ഗിവൺ നോട്ട് ഏൺഡ് എന്ന് പറയാം. അത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. പെൻഷൻ ടു റിട്ടയർഡ് പീപ്പിൾ. ഗവൺമെന്റ് റിട്ടയർഡ് പീപ്പിളിന് പെൻഷൻ കൊടുക്കുന്നുണ്ട്, പകരം അവരിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സർവീസസും ഗവൺമെന്റിന് റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ സ്കോളർഷിപ്സ് ടു സ്റ്റുഡൻസിന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. സബ്സിഡി കൊടുക്കുന്നു, ഫാമേഴ്സിന് സബ്സിഡി കൊടുക്കുന്നു. സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റുകൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇതൊക്കെ എന്താണ്? ട്രാൻസ്ഫർ പേയ്മെന്റിന് എക്സാമ്പിൾസ് ആണ്. ദീസ് ആർ നോട്ട് എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം ഓർ GDP ബിക്കോസ് ദേ ഡു നോട്ട് കം ഫ്രം പ്രൊഡക്ഷൻ. അതായത് ഈ ട്രാൻസ്ഫർ പേയ്മെന്റുകൾ നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിലോ അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിലോ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല. കാരണം ട്രാൻസ്ഫർ പേയ്മെന്റുകൾ പ്രൊഡക്ഷന്റെ ഒരു ഭാഗമല്ല. ദേ ആർ ജസ്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. നിലവിൽ ഉള്ള ഇൻകത്തിന്റെ റീഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ അതൊരു പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് വരുന്നില്ല. സോ ട്രാൻസ്ഫർ പേയ്മെന്റ് മീൻസ് ഗവൺമെന്റ് ഗിവിംഗ് മണി ടു ഹെൽപ്പ് പീപ്പിൾ, നോട്ട് ടു ബൈ സംതിങ്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ട്രാൻസ്ഫർ പേയ്മെന്റ് ബൈ ദ ഗവൺമെന്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ബിക്കോസ് ദേ ആർ നോട്ട് പേയ്മെന്റ് ഫോർ ഗുഡ്സ് ഓർ സർവീസ് കറന്റ്ലി പ്രൊഡ്യൂസ്ഡ്. കറന്റ്ലി പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് അല്ലാത്തത് കൊണ്ടാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അതുപോലെ തന്നെ ദേ ആർ സിംപ്ലി ഇൻകം ട്രാൻസ്ഫേഴ്സ്. ഇവിടെ എന്താണ്? അത് ഇൻകത്തിന്റെ ഒരു ട്രാൻസ്ഫർ മാത്രമാണ്. ലൈക്ക് പെൻഷൻ, സ്കോളർഷിപ്പ്, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, സബ്സിഡീസ് എക്സെട്ര. where money changes hands without any corresponding production. അതായത് പണം ഒരു കയ്യിൽ നിന്നും മറ്റൊരു കയ്യിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു വിധത്തിലുള്ള പ്രൊഡക്ഷനും നടക്കുന്നില്ല. ദെൻ ഇൻക്ലൂഡിംഗ് ദം വുഡ് ഓവർസ്റ്റേറ്റ് ആക്ച്വൽ പ്രൊഡക്ഷൻ. ഇൻ കേസ് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെന്റിനെ നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് ആക്ച്വൽ പ്രൊഡക്ഷനെ ഓവർസ്റ്റേറ്റ് ചെയ്യാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ. ആക്ച്വൽ പ്രൊഡക്ഷൻ തെറ്റായിട്ട് നമുക്ക് വാല്യൂ ചെയ്യേണ്ടി വരും. Since net domestic product measures only the value of final goods and services produced within the country during a period.
കാരണം എന്താണ്? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ എന്ത് മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ? ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദ കൺട്രി ഡ്യൂറിങ് എ പീരീഡ്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ മാത്രമേ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ്ഫർ പേയ്മെന്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് ആക്ച്വൽ പ്രൊഡക്ഷനെ ഓവർസ്റ്റേറ്റ് ചെയ്യാനാണ് സഹായിക്കുകയുള്ളൂ. Then transfer payment are excluded because they do not represent current economic output. They are just a redistribution of income. ട്രാൻസ്ഫർ പേയ്മെന്റിനെ എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള കാരണം അത് കറണ്ട് എക്കണോമിക് ഔട്ട്പുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല, അത് ഓൺലി റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം മാത്രമാണ്. സോ നമ്മുടെ ആൻസർ എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അതായത് നോ കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹാസ് ടേക്കൺ പ്ലേസ് ടു മാച്ച് സച്ച് പേയ്മെന്റ്സ്. അതായത് ട്രാൻസ്ഫർ പേയ്മെന്റിനെ മാച്ചായിട്ട് ട്രാൻസ്ഫർ പേയ്മെന്റ് നടത്തുന്നതിന് മാച്ചായിട്ട് കൺട്രിയിൽ യാതൊരു തരത്തിലുള്ള പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസും നടത്തുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെന്റിനെ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ ഉൾപ്പെടുത്താത്തത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ്. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫിലിപ്സ് കർവ് സെറ്റ്സ് അപ്പ് എ റിലേഷൻ ബിറ്റ്വീൻ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ taxes and inflation, option B inflation and unemployment, option C money supply and aggregate demand, option D price and cost of production. ഇപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? ഫിലിപ്സ് കർവ് എന്നുള്ള കൺസെപ്റ്റ് ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. സോ നമുക്ക് ആദ്യം ഫിലിപ്സ് കർവ് എന്താണ് എന്ന് നോക്കാം. ഫിലിപ്സ് കർവ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻ പറയുന്ന ഒരു തിയറിയാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വില്യം ഫിലിപ്സ് എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ഹിം എ സ്റ്റേബിൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ളതും ഇൻവേഴ്സ് ആയിട്ടുള്ള റിലേഷൻ ആണ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ളത്. അദ്ദേഹം പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ഇൻഫ്ലേഷനിലേക്ക് ലീഡ് ചെയ്യും. അത് നമുക്കറിയുന്ന കാര്യമാണ്. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഇൻഫ്ലേഷൻ ഉണ്ടാവും. അക്കോർഡിംഗ് ടു ഫിലിപ്സ് ഇൻഫ്ലേഷൻ റെഡ്യൂസ് അൺഎംപ്ലോയ്മെന്റ്. ഇൻഫ്ലേഷൻ ഉണ്ടാവുന്ന ടൈമിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നു എന്നാണ് ഫിലിപ്സ് കർവ് പറയുന്നത്. ഓക്കെ, എന്നാൽ 1970s നമ്മൾ ഫേസ് ചെയ്ത ഒരു സ്റ്റാഗ്ഫ്ലേഷൻ ഉണ്ടായിരുന്നു. സ്റ്റാഗ്ഫ്ലേഷന്റെ സമയത്ത് നമുക്ക് മനസ്സിലായത് എന്താണ്? അവിടെ ഹൈ അൺഎംപ്ലോയ്മെന്റും ഉണ്ടായിരുന്നു, ഹൈ ഇൻഫ്ലേഷനും ഉണ്ടായിരുന്നു. സോ ഫിലിപ്സ് കർവിന്റെ തിയറി അവിടെ അപ്ലിക്കബിൾ ആയിരുന്നില്ല. ബിക്കോസ് ഹൈ ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് അൺഎംപ്ലോയ്മെന്റ് കുറവായിരിക്കും എന്നാണ് ഫിലിപ്സ് പറഞ്ഞത്. എന്നാൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. ഇവിടെ ഹൈ ഇൻഫ്ലേഷന്റെ കൂടെ തന്നെ ഹൈ അൺഎംപ്ലോയ്മെന്റും നമുക്ക് കാണാൻ സാധിച്ചു. എന്നാലും ഫിലിപ്സിന്റെ ഐഡിയാസ് അല്ലെങ്കിൽ കൺസെപ്റ്റ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ആൻസർ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. The Phillips curve sets up a relationship between the rate of inflation or change in wages or prices and the rate of unemployment in an economy. Original version showed an inverse relationship between wage inflation and unemployment. ഇതിന്റെ ഒരു ലേറ്റർ വേർഷൻ ഉണ്ട്. ലേറ്റർ വേർഷൻ അഡാപ്റ്റഡ് ടു ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. അപ്പോൾ ഒന്നാമത്തത് വേജ് ഇൻഫ്ലേഷനെ കാണിച്ചു, രണ്ടാമത്തത് പ്രൈസ് ഇൻഫ്ലേഷനെ കാണിച്ചു. അപ്പോൾ രണ്ട് വേർഷനാണ് ഇതിനുള്ളത്. ദെൻ ലോവർ അൺഎംപ്ലോയ്മെന്റ് ഹയർ ഇൻഫ്ലേഷൻ, ഹയർ അൺഎംപ്ലോയ്മെന്റ് ലോവർ ഇൻഫ്ലേഷൻ. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഈ രണ്ട് ടേമും തമ്മിലുള്ളത്. ഇറ്റ് റിഫ്ലെക്ട്സ് എ ഷോർട്ട് റൺ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ദ ഫിലിപ്സ് കർവ് ഈസ് ലൈക്ക് എ സീസോ ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ഒരു സീസോ ആയിട്ട് നമുക്ക് ഫിലിപ്സ് കർവിനെ റെപ്രസെന്റ് ചെയ്യാം. When the economy is doing well and more people have jobs, business need to pay higher wages to attract workers. Higher wages, higher cost, price go up, more inflation. According to Phillips എന്താ പറയുന്നത്? എക്കോണമി ഒരു പ്ലസന്റ് കണ്ടീഷനിൽ പോകുന്ന സമയത്ത് മോർ പീപ്പിളിന് ജോബ് കിട്ടും. ബിസിനസ് നീഡ് ടു പേ ഹയർ വേജസ് ടു അട്രാക്ട് വർക്കേഴ്സ്. വർക്കേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഹയർ വേജസ് കൊടുക്കും. ഹയർ വേജ് ഹയർ കോസ്റ്റിലേക്ക് ലീഡ് ചെയ്യും. ഹയർ കോസ്റ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻഫ്ലേഷനും ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും. When the economy is low and unemployment is high, there is less pressure on wages and price, so inflation stays low. പിന്നെ എന്താ പറയുന്നത്? എക്കോണമി സ്ലോ ആണെങ്കിൽ, എക്കോണമി സ്ലോ ആവുന്ന സമയത്ത് അവിടെ അൺഎംപ്ലോയ്മെന്റ് ഹൈ ആയിരിക്കും. അൺഎംപ്ലോയ്മെന്റ് ഹൈ ആവുന്ന സമയത്ത് വേജസിൽ ലെസ് പ്രഷർ ആയിരിക്കും. കാരണം ഏത് വേജിൽ വർക്ക് ചെയ്യാനും എംപ്ലോയീസ് വില്ലിംഗ് ആയിരിക്കും. അപ്പോൾ വേജസിൽ പ്രഷർ ഉണ്ടാവില്ല. ആ സമയത്ത് ഇൻഫ്ലേഷൻ ഉണ്ടാവില്ല. ഇൻഫ്ലേഷൻ വളരെ
ലോ ആയിരിക്കും. അപ്പോൾ ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ഹൈ ആണ്, ഇൻഫ്ലേഷൻ ലോ ആണ്. ഇതാണ് ഫിലിപ്സ് പറയുന്നത്. ദെൻ ലോ അൺഎംപ്ലോയ്മെന്റ് യൂഷ്വലി കംസ് വിത്ത് ഹൈ ഇൻഫ്ലേഷൻ. അൺഎംപ്ലോയ്മെന്റ് ലോ ആവുന്ന സമയത്ത് ഹൈ ഇൻഫ്ലേഷൻ ആയിരിക്കും എക്കോണമിയിൽ ഉണ്ടാവുന്നത്. ഹൈ അൺഎംപ്ലോയ്മെന്റ് യൂഷ്വലി കംസ് വിത്ത് ലോ ഇൻഫ്ലേഷൻ അറ്റ്ലീസ്റ്റ് ഇൻ ദ ഷോർട്ട് റൺ.